ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ മക്കളെ, ഇത് അടിപൊളി ബീഫ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇളം ബീഫിൻ്റെ നല്ല അടിപൊളി കുറുമയാണ്. അപ്പോൾ ഏതിനോട് കൂട്ടാവുന്ന അടിപൊളി കുറുമ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതാ ഇതിന് ഫസ്റ്റാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി ടേസ്റ്റ് ആവുക നമ്മൾ തന്നെ പൊടിക്കുന്ന സമയത്താണ്. അപ്പോൾ അത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക, ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ അങ്ങനത്തെ ഒക്കെ ആദ്യം എടുക്കുക. കാരണം നമ്മൾ ആദ്യം ബീഫ് വേവിച്ചെടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ആദ്യം നല്ല വലിയൊരു പാത്രം തന്നെ എടുക്കാം. അതിൽ കുറച്ച് സ്പൈസസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതായത് സ്പൈസസിൻ്റെ ഒന്ന് മണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിക്കുക. ഒന്നും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് എന്തിട്ട് കൊടുക്കുക, ഉള്ളി ഇട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ അതിനനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളിയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു 3 ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. അതിനോട് തന്നെ ഒരു 4 5 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കും. അപ്പോൾ പച്ചമുളക് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മൾ അതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് കുരുമുളകിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ട്. അതായത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരകം കൂടിയിട്ട് അരച്ച് മിക്സി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന രീതിക്ക് ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് വാട്ടണം, അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകണേ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. അതുപോലെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എരിവില്ലാത്തത് കൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണേ. പച്ചമണം പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കറിക്ക് വേറൊരു ഫ്ലേവറായിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി ഉള്ളിയും എല്ലാം നന്നായിട്ട് വാടിയതിന് നമുക്കിതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല. പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 3-4 ടീസ്പൂൺ നമ്മൾ ക്വാണ്ടിറ്റിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് അധികം പൊടി പൗഡറായിട്ടുള്ള ചേർക്കേണ്ട, ഒന്ന് ക്രഷാക്കി ചേർത്ത് കൊടുത്താൽ മതി. അധികം പൗഡറാക്കുന്ന സമയത്ത് നമ്മളെ ഇതിൻ്റെ നമ്മളെ കുറുമയുടെ കളറ് മാറിപ്പോവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കുറച്ച് ഗരം മസാല ചേർത്താൽ മതി. കാരണം നമ്മൾ ആദ്യം സ്പൈസസ് ചേർത്തതിനെ കൊണ്ട് കുറച്ച് ഗരം മസാല ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിൻ്റെ പച്ചമുളക് മസാലയുടെ കുത്ത് സ്മെല്ലൊക്കെ പോകുന്ന രീതിക്ക് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നല്ല ബീഫ് നമ്മൾ എല്ലോട് കൂടി തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. ഒട്ടും എല്ലില്ലാതെ വെക്കരുത്, കുറച്ച് എല്ലോടൊക്കെ കൂടി തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിത് ബീഫ് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒട്ടും വെള്ളം വരാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കാര്യമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണേ. അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താക്കണം, അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേവിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഉടയാതെ കിട്ടണം. അപ്പോൾ അതുപോലെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ അതിനനുസരിച്ച് കുറച്ച് വലുപ്പത്തിൽ മുറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകില്ല. അപ്പോൾ ചെറുതാക്കിയ സമയത്താണ് പെട്ടെന്ന് ഉടഞ്ഞു പോകുക. അപ്പോൾ അതിട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് തക്കാളി മതി, അധികം വേണ്ട, കുറുമയില ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനിത് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ മുറിച്ചിടുന്ന സമയത്ത് കുറച്ച് വലിപ്പത്തിൽ മുറിച്ചിടാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം നമ്മൾ ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് കലങ്ങിപ്പോവും. അപ്പോൾ നമുക്കത് കിട്ടില്ലല്ലോ, നല്ല കാണാനും ഭംഗി ഉണ്ടായില്ലല്ലോ നന്നായിട്ട് കലങ്ങിയാൽ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും വേണ്ടി മറക്കരുത് നിങ്ങൾ. അപ്പോൾ നമ്മളത് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് 1-ാം പാൽ നമ്മളവിടെ മാറ്റി വെക്കുക. അതിൻ്റെ 2-ാം പാൽ നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം പാരരുത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതിൽ 2-ാം പാലാണ് പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ 2-ാം പാൽ നമ്മൾ മുഴുവനായിട്ട് എത്ര 2-ാം പാൽ കിട്ടിയിട്ടുണ്ടോ ആ 2-ാം പാൽ നമ്മൾ മുഴുവനായിട്ടും ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇനി അധികം പാരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങാനുള്ളതാണ് കൊണ്ട് ഈ രണ്ടാം പാല് മാത്രം ചേർത്താൽ മതി. അതിലേക്ക് വെള്ളമോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉപ്പുണ്ടോ നോക്കണം, മസ്റ്റാണ്. ബീഫിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം, ബീഫിൽ ഉപ്പുണ്ടോ നോക്കണം. അപ്പോൾ ഞാനത് ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെന്താക്കി നന്നായിട്ട് മിക്സാക്കി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാവേ. നന്നായിട്ട് ഒരു 8-10 വിസിൽ വരുന്ന രീതിക്ക് നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കണേ. നമുക്ക് പെട്ടെന്ന് നമുക്കറിയില്ല, ഒരു 10 വിസിൽ ബീഫ് വേവുന്നതനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ആവശ്യം വന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ ഇത് നമ്മൾ വിസിലൊക്കെ വരാൻ വേണ്ടി നമുക്കത് അടച്ച് വെക്കാം. ഇനിയിത് വേവട്ടെ. അപ്പോൾ അതാ നമ്മളെ ബീഫൊക്കെ നല്ല ഉഷാറായിട്ട് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര വിസിൽ വേണ്ടി അനുസരിച്ച് നിങ്ങൾ ഓഫാക്കണേ. മറന്നു മസ്റ്റാണ് ബീഫിൻ്റെ വേവ്. ഓരോ ബീഫ് വാങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾ തന്നെ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ വെള്ളം ബീഫിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതാ പറഞ്ഞാൽ ഞാൻ അധികം വെള്ളം പാരണ്ടെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ കാര്യം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിന് കൂടെ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി നോക്കിയിട്ട് നമ്മൾ എന്താക്കുക, ബീഫ് വെന്തിക്കുക നോക്കാം. വെന്തിക്കണ്ടേ നമുക്ക് എന്താക്കണം, ഇത് എന്താ വെന്തിക്കില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി വിസിൽ വെച്ചിട്ട് വേവിക്കുക. അല്ലെങ്കിൽ അധികം നേരം ഇളക്കാതെ എന്താ പറയുക, നമുക്ക് ഉരുളക്കിഴങ്ങുകളൊക്കെ മാറ്റി വെക്കണം. കാരണം നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് അടിച്ചിടാനുള്ളതാണ്. നമ്മൾ ഇങ്ങനെ മുഴുവനത്തോടെ ഇടുന്നില്ല, അടിച്ചിടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബീഫ് വെന്തിക്കുക നോക്കാം. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞില്ലേ. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറിയ ജാറിലിട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള ഒരു 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. ഒരു 10 അണ്ടിപ്പരിപ്പോളം എടുത്തിട്ട് നമുക്ക് അതായത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് മസ്റ്റാണ്, ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ്. നല്ലൊരു ടേസ്റ്റായിരിക്കും അണ്ടിപ്പരിപ്പ് അരച്ചത് കൊണ്ട്. അതിനൊപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നത് വെച്ചാൽ നല്ലൊരു കട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ ബീഫും ഇവിടെ അത്യാവശ്യം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരച്ച് വിട്ടിട്ടുള്ള അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടിയിട്ടുള്ള അരപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം എരിവ് ചെക്ക് ചെയ്യണം. നമുക്ക് എത്രയാണോ എരിവ് വേണ്ടി അതിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ മതിയാവേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആവശ്യം വന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കുക, കുറച്ച് മല്ലിയില അതിൻ്റെ മേലിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് മതിട്ടോ, ഓവറാക്കണ്ട, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി, അധികം പാരണ്ട കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താക്കുക, നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടില്ല, ഈ 1-ാം പാൽ ലാസ്റ്റായിട്ട് നമ്മൾ എന്താക്കുക പാർന്ന് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പാടില്ലേ, ഒന്ന് ചൂടാകാനേ പാടുള്ളൂ. ഇനി നമുക്ക് ചൂടാകാൻ വേണ്ടി വെക്കുക, അത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അധികം ചേർക്കണം കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേറൊരു മസാല ഇതിലേക്ക് എന്താ പറയുക, തൂമിച്ച് പാരാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ പാരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്, വലിയ ഉള്ളിയല്ല, കുഞ്ഞുള്ളിയാണ്. ഒരു 5 കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ, അതായത് നന്നായിട്ടൊന്ന് ചോപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുകെ കീറിയിട്ട് കൊടുക്കുക. എരിവ് എത്ര വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഉള്ളി നല്ലോണം ചോകണം കേട്ടോ. നമ്മൾ വറക്കുന്നതായതിനെ കൊണ്ട് നല്ലോണം ചോന്നാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടും.
അപ്പോൾ അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നമുക്ക് വെളിച്ചെണ്ണയിൽ മൂക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു കറിക്കൊക്കെ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. അധികം ചേർക്കേണ്ട, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണ് വൈറ്റ് കുരുമുളകില്ലേ, വെള്ളക്കുരുമുളക്, അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പിഞ്ച് നമ്മളെ കറുത്ത സാധാ പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാതെ വേണം ഇത് ഇങ്ങോട്ടേക്ക് പാർന്ന് കൊടുക്കാൻ. അതായത് നമ്മൾ പാത്രം മാറ്റി ഒഴിക്കുന്ന നേരം ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയോട് ചേർത്തിട്ട് നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം, മസ്റ്റ് ട്രൈ ആണ്. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ, ഒരിക്കലും പണിയാന്ന് ഞാൻ പറയില്ല. കാരണം പണി വളരെ കുറവുള്ളതാണ് ബീഫ് കുറുമയ്ക്ക്. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക്